ട്രൂ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് ചോദിക്കാമോ? ഒന്നാമത്തെ ചോദ്യം, ലഹരി ഉപയോഗം വളരെ കൂടിക്കൊണ്ടുവരികയാണ് നമ്മുടെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മളത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ലഹരി സാധനങ്ങളുടെ ഉപയോഗം നമ്മുടെ സ്റ്റേറ്റില് കേട്ടുകേൾവി പോലും ഇല്ലാത്ത നിലയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ സ്കൂള് കോളേജ് തലങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ അതിന് മറുപടി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണമെങ്കിൽ അത് തള്ളിക്കളയാം, വേണമെങ്കിൽ സ്വീകരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ആർക്കും വലിയ പ്രതീക്ഷകളൊന്നുമില്ല. മെയിനായിട്ട് ആർക്കും പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തായി തീരുമെന്നോ നാളത്തെ ഭാവി മണ്ഡലം എന്തായി തീരുമെന്നോ ഒരു പ്രതീക്ഷയും നമ്മൾ ചെറുപ്പക്കാർക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷകളൊന്നുമില്ലാതെ, ദർശനമില്ലാതെ, സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന ഒരു ഘടകമാണ് അലസത എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ രണ്ടെണ്ണം അടിച്ചേക്കാന്നുള്ള രീതിയിലാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ, അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാർ, ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ നാളെക്കുറിച്ചൊരു പ്രതീക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ നാളെക്കുറിച്ചൊരു സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയോ ആ നിലയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യത്തോടും യുദ്ധം ചെയ്ത് ഒരു കാലഘട്ടത്തിൽ വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ച രാജ്യമായിരുന്നു ജപ്പാൻ, പഴയ ആൾക്കാർ. എന്നാൽ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിപ്പിച്ച് മൊത്തം തകർന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ന്യൂ ജനറേഷൻ തീരുമാനിച്ചു, ഇനി നമ്മൾ യുദ്ധത്തിന് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകണ്ട, നമുക്ക് ടെക്നോളജിയിൽ ലോകത്തെ അതിശയിപ്പിക്കണം. അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് അന്ന് ശേഷിച്ച ജനങ്ങളോ പുതിയ ജനറേഷനൊക്കെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ അവർക്ക് പ്രതീക്ഷകൾ കൊടുത്തു, അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യമൊക്കെ തിരിച്ചു കയറി വന്നു. ഞാനൊക്കെ പാസ്റ്ററൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ അന്ന് ഇലക്ട്രോണിക് സാധനം ഏതിൻ്റെ മേടിക്കുന്നത്? ജപ്പാൻ്റെ മേടിക്കുന്നത് അല്ലേ? ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ നോക്കി നമ്മൾ നടക്കത്തില്ല. അത് ടി വി ആണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞു റേഡിയോ, ഇലക്ട്രോണിക് സാധനങ്ങളല്ല. അപ്പം അങ്ങനെ അവരെ അത്ഭുതം സൃഷ്ടിച്ചെടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഗവൺമെൻറ് അവർക്ക് പ്രതീക്ഷകൾ കൊടുത്തു. അപ്പം നമ്മുടെ ഈ സ്റ്റേറ്റിൽ ഒരു പ്രതീക്ഷയില്ല. അപ്പം നാളെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ആ നിലയിൽ മുൻപോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പം നമ്മൾ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കേരള സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതിനൊരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ ഈ നിലയിൽ കാണാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വികസിത രാജ്യങ്ങളിൽ എല്ലാം ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദർശനം കാണുകയും സ്വപ്നം കാണുകയും. അതാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. വികസന രാജ്യങ്ങളിൽ മദ്യവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വികസിത രാജ്യങ്ങളിലെ മദ്യപാനത്തിന്റെ, അതായത് ഈ നമ്മൾ യൂറോപ്യൻ രാജ്യത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം ഇവിടുത്തെ അതായത് ഒരു കുപ്പി വെള്ളത്തിനേക്കാളും ചീപ്പാണ് പിന്നെ ബിയറിനൊക്കെ, വെള്ളത്തേക്കാൾ ചീപ്പാണ് ബിയറിനൊക്കെ കിട്ടും എന്നും പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ സായിപ്പ് പിന്നെ ഇഷ്ടം മൂക്കുമുട്ട കുടിച്ചിട്ട് വഴിയിൽ പിന്നെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയത്തില്ല. കാരണം സായിപ്പിന് അത് ഉപയോഗിക്കേണ്ട രീതി അറിയാം. ലീഗലായിട്ടുള്ള, അതായത് ലഹരി സാധനങ്ങൾ ലീഗലായിട്ട് കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ ചെറുപ്പക്കാരും വഴി പിടിച്ച് പോകുന്നില്ല.
കാരണം എന്തോ അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് നാളെ കുറിച്ച്. നമുക്കതില്ല. നമുക്ക് അത് നാളെ കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടല്ലേ പിന്നെ ഇവിടുത്തെ തലമുറകളെല്ലാം വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ മനോഭാവം മാറ്റിയാൽ, അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ മനോഭാവം മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ പല ദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരു കുപ്പി വെള്ളത്തേക്കാൾ ചീപ്പാണ് ഈ ബിയറിനൊക്കെ. മനസ്സിലായി? എന്നും പറഞ്ഞ് അവിടുത്തെ ചെറുപ്പക്കാരും ബാക്കിയുള്ളവരെല്ലാം ഇഷ്ടംപോലെ ഇത് കഴിച്ചിട്ട് ഓൺ തെറ്റി എവിടെയും വഴി കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത് എന്താണെന്നറിയാമോ? നാളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ യാത്ര ചെയ്യും. അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പൊക്കോണ്ടിരിക്കും, അല്ലേ? പക്ഷെ നാളെ കുറിച്ചൊരു പ്രതീക്ഷയും ഒരു സ്വപ്നവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അലസതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പുറകോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ലഹരി സാധനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ നാളെ കുറിച്ച് ഒരു നല്ലൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയോ, അല്ലെങ്കിൽ ജപ്പാൻ്റെ സർക്കാർ ജനങ്ങളോട് എന്താ പറയുന്നതനുസരിച്ച് അവർ വളർന്നു വന്നത് ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരും. മാത്രമല്ല, ഈ ജപ്പാനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള പോയിന്റുകളുണ്ട്. വർഷത്തിൽ മിക്കവാറുള്ള സമയങ്ങളെല്ലാം ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ടാവും, ഭൂമി ഉരുളുണ്ട്, അതിനെയൊക്കെ അതിജീവിക്കുന്നു. പക്ഷെ ആ ഒരു പ്രയാസം ഇവിടെയാണെങ്കിലും ഒരിക്കലും ഉയരാത്ത രീതിയിൽ കിടക്കും. ഇപ്പൊ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പം ഒന്ന് പാർക്കിലോട്ടൊക്കെ ഇരിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പോലും നമ്മളൊരു എന്താ പറയാ നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് ഉടനെ പറയുന്നത് എന്തോ കളക്ടർക്ക് പോയി കംപ്ലൈന്റ് ചെയ്യേ. മനസ്സിലായില്ല? അപ്പൊ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ജനങ്ങൾ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് സത്യം, അല്ലേ? മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ദീർഘവർഷം കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കത്തുള്ളൂ. പക്ഷെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ തയ്യാറായ രാജ്യങ്ങളും ഒക്കെയാണ് പുരോഗമിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വാൾട്ട് ഡിസ്നി അവരുടെ ആ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ജനങ്ങൾക്ക് 1971 മുതൽ ആ വാൾട്ട് ഡിസ്നിയിലൊക്കെ പ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് അവിടെ സന്ദർശിച്ചു പോകുന്നത്. ഏകദേശം 27,000 ഏക്കർ സ്ഥലത്താണ് ഈ വാൾട്ട് ഡിസ്നിയുടെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പൊ അവിടെ കൊടുക്കുന്ന ഓരോ സന്ദേശവും നിങ്ങൾ സ്വപ്നം കാണുക എന്നുള്ള സന്ദേശം അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ വളർന്നിട്ടുള്ള രാജ്യങ്ങളെല്ലാം സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ദർശനം കാണാൻ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിലെ കുറേ സഹോദരന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവർ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് പറയാം. നമുക്ക് ആ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് ആൾക്കാരെ അവർ ഇരിക്കുന്ന സ്ഥലത്ത് വരും, അല്ലെ വീട്ടിൽ വരുമോ, അപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും വളർന്നു വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൂടെ ഈ ചെറുപ്പക്കാരെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഈ എൻകറേജ് ചെയ്യുന്ന വാക്കുകളുണ്ട്, പ്രോത്സാഹന വാക്കുകളുടെ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന ചോദ്യം. ഈ പ്രോത്സാഹന വാക്കുകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. മനസ്സിലായി? ലോകയാത്ര നടത്തിയവരും അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും ഉയർന്നു വന്നിട്ടുള്ളവരെയെല്ലാം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റു തലത്തിൽ ആരെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പലരുടെയും പുസ്തകങ്ങൾ വായിച്ചു വന്ന കൂട്ടത്തിൽ ജോർജ് മുള്ളറുടെ പുസ്തകത്തിലും ഞാൻ വായിച്ചതാണ്, സുവിശേഷ വേലയിലാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രോത്സാഹനം ഇല്ലാത്തതും വളർച്ചയെ ഒരുപാട് മുരടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, എൻ്റെ മെസ്സേജൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു അങ്കിളുണ്ട്. അപ്പോൾ ആ അങ്കിള് നമ്മുടെ ഒരു സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ്
വേറൊരാടെ ഞാൻ ചെയ്തിരുന്നില്ല, അതൊന്ന് ഷെയർ ചെയ്യോ അതൊന്ന് ലൈക്ക് ചെയ്യോ ചെയ്യാൻ എന്തായിരുന്നു കണ്ടില്ലായിരുന്നു ചോദിച്ചപ്പോൾ ആ ആൻറ്റി എടുത്തുമായി പറഞ്ഞതെന്ന് പറയാം, ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ കിട്ടത്തില്ല. നല്ല ചോദ്യം, കിട്ടിക്കോട്ടെ, അവർക്ക് പൈസ കിട്ടട്ടെ. അപ്പം നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? അപ്പം നമുക്ക് പൈസ കിട്ടും, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ലൈക്ക് കൊടുക്കുന്നില്ല, അതൊന്നും വലിയ മല ചുമക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യം എല്ലാം ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പം നമ്മുടെ ജനത്തിന്റെ മനോഭാവം എവിടെയാണ്, മനസ്സിലായില്ലേ? അപ്പം പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒരുപാട് പേരെ വളർത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ സാധാരണ ഈ സഞ്ചാരം പോലുള്ള മറ്റു വീഡിയോ ഒക്കെ ഞാൻ കാണുന്നത് കുറവാണ്, അങ്ങനെയൊന്നും ഒത്തിരി കാണാറില്ല. എന്നാലും ഞാൻ ഒരു എപ്പിസോഡ് ഞാൻ യാദൃച്ഛിക കണ്ടുവന്നപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറേ പല ആരംഭത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ ക്യാമറയായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെങ്ങും എത്തത്തില്ലെന്നുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ആദ്യത്തെ എപ്പിസോഡുകൾ നേപ്പാളിൽ പോയി എടുക്കുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്ന, അദ്ദേഹം പറഞ്ഞാണ് കേട്ടോ, അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ആ ഫ്ലൈറ്റിലെ മെയിൻ പൈലറ്റ് അദ്ദേഹത്തിന് പ്രോത്സാഹന വാക്കുകൾ കൊടുത്തു. ആ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം വളർന്നതും സഞ്ചാരം പോലുള്ള ഈ ചാനലുകൾ മലയാളിൽ കൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഒരുപാട് വീഡിയോസും ഞാൻ കാണാറില്ല. അപ്പൊ പ്രോത്സാഹന വാക്കുകൾ നമ്മുടെ ജനത്തിന്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ഇടയിലാണെങ്കിലും പ്രോത്സാഹന വാക്കുകൾ ഇല്ലാതെ മുരടിച്ചു പോയ ധാരാളം പേരുണ്ട്. അപ്പൊ പ്രോത്സാഹന വാക്കുകൾ ഒരു മനുഷ്യനെ വളർത്തുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ സംഭാവനകൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും പ്രോത്സാഹന വാക്കുകൾ അത്യുത്തമമായ വാക്കുകളാണ്. അനേകർക്ക് അത് ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ പ്രോത്സാഹന വാക്കുകൾ സാധിക്കും. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ അത് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.